ഈ നാട് കാണിച്ചത് ഞാനല്ലേ. 90-ാമത്തെ വയസ്സ് തുടങ്ങി. 90-ാമത്തെ വയസ്സിലും ചുറുചുറുക്കോടെ സംസാരിക്കുന്നുണ്ട്. സംസാരിക്കും. വലത്തെ കൈയിന്റെ തണ്ടേന്റെ മേലെ ചങ്ക് വെച്ചിട്ട് കണ്ണൂർ പാർട്ടി ഓഫീസിലെത്തിയിട്ട് AKG വിളിക്കുമ്പോൾ നോക്കുമ്പോ പാർട്ടി ഓഫീസ്. ഇത് നമ്മളെ സ്വന്തം ഉപ്പയാ. ഞാൻ AKGയുടെ ഡ്രൈവറായിരുന്നു. എന്റെ പേര് മൊയ്തു. 1963 മുതൽ AKG 77 മരണപ്പെടുന്നത് വരെ ഞാൻ മാത്രമായിരുന്നു AKGയുടെ ഡ്രൈവർ. മറക്കാനാവാത്ത ഓർമ്മകൾ എന്തെങ്കിലും ഉണ്ടോ AKGയുടെ കൂടെ? ഇതന്നെ അവിടുന്ന് കിഴക്കൻ ആലക്കാടുന്ന് വരുമ്പോ റോഡിന്റെ മേലെ കിടക്കുന്ന അരി കൂട്ടത്തോടെ ഞാൻ ആലക്കാടുകാരോട് ചോദിച്ചേരും പറഞ്ഞു അതിന്റെ കൂടുണ്ട് ഇവിടെ, അതാണ് ഇങ്ങനെ കിടക്കുന്നത്. അപ്പൊ ആദ്യത്തെ പ്രാവശ്യം ഞാൻ AKGയോട് പറഞ്ഞു അത് മെരുകാണെന്ന് പറഞ്ഞു. അതിന് ഞാൻ ലൈറ്റെല്ലാം ഇട്ട് നെരിയാടുന്ന് ഒഴിവ് തന്നാൽ നേരെ പോകും. അപ്പൊ AKGക്ക് ഉറക്കം വരും. ഉറക്കം വന്നു കഴിഞ്ഞാൽ ഗ്ലാസ് ഞാൻ വലത്തെ കൈയിന്റെ തണ്ടേന്റെ മേലെ ചങ്ക് വെച്ചിട്ട് കണ്ണൂർ പാർട്ടി ഓഫീസിലെത്തിയിട്ട് AKG വിളിക്കുമ്പോൾ നോക്കുമ്പോ പാർട്ടി ഓഫീസ്. അത് വരെ ഞാൻ AKGനെ കൊണ്ട്, അതുകൊണ്ടാണ് AKG പിന്നെ എന്നെ മാത്രം ഡ്രൈവറാക്കിയത്. മൊയ്തുക്കയോട് വലിയ കാര്യമായിരുന്നോ? വലിയ കാര്യമായിരുന്നു. മൊയ്തു ഇല്ലാതെ ഞാൻ വേറെ ഒരു വണ്ടിയിലും പോവില്ല, ആര് പറഞ്ഞാലും. പിന്നെ VSന്റെ കൂടെ പോയിട്ടുണ്ടോ? VSന്റെ ഈ നാട് കാണിച്ചത് ഞാനല്ലേ. ഞാൻ പറഞ്ഞല്ലേ കണ്ണൂര് വന്നപ്പോ അയാൾ ആവശ്യം പറഞ്ഞു നമുക്കാർക്ക് രാവില്ല എന്ന് പറഞ്ഞു. അപ്പൊ ചരയൻ എന്നോട് പറഞ്ഞു ഞാൻ മണീശ്വരൻ ഗോവലിന്റെ അടുത്ത് എണ്ണ അടിക്കുന്ന സമയത്ത് അപ്പൊ ഞാൻ പോയി ഇയാളെ VSനെ കണ്ടു. എന്താ നിങ്ങൾക്ക് കാണേണ്ടത് ചോദിച്ചു. എനിക്ക് ശീമേനി എസ്റ്റേറ്റ് കാണുന്നു. പോയി എന്റെ വണ്ടിയിലിരിക്കുന്നുണ്ട്. അപ്പൊ ചടയൻ പറഞ്ഞു പോയിക്കോ, നമ്മുടെ സഖാവാണ് മൊയ്തു. അങ്ങനെ വണ്ടിയിൽ വന്നിരുന്നു. ആ ശീമേനി എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ പാലക്കാരൻ ജോർജ് തോമസ് കോട്ടുകാപ്പള്ളിയുടെ 40,000 ഏക്കറയാണ്. എന്തിനാ അവിടെ പോയത്? അത് പോയത് അയാൾക്ക് കാണണം, VSന് ആ എസ്റ്റേറ്റ് കാണാൻ വേണ്ടി. പാലാ ബാങ്കിന്റെ സെൻട്രൽ ബാങ്കിന്റെ പണം കൊണ്ട് എടുത്തതാണ് കോട്ടുകാപ്പള്ളി. കോട്ടുകാപ്പള്ളി MP ആയിരുന്നു ആദ്യത്തെ 57. അതുകൊണ്ട് എനിക്ക് കാണണമെന്നാണ് VS പറഞ്ഞത്. മൊയ്തുക്ക് ഇപ്പൊ എത്ര വയസ്സായി? എനിക്ക് പിന്നെ 90-ാമത്തെ വയസ്സ് തുടങ്ങി. 90-ാമത്തെ വയസ്സിലും ചുറുചുറുക്കോടെ സംസാരിക്കുന്നുണ്ട്. സംസാരിക്കും. അടിപൊളിയായിട്ട് സംസാരിക്കും. നാട്ടുകാർക്കൊക്കെ ഭയങ്കര കാര്യമാണ് നിങ്ങളെ. പറഞ്ഞോ എന്താണ് വിശേഷം? മൊയ്തുക്ക എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ആളാണോ നാട്ടിലെ? ഇത് നമ്മളെ സ്വന്തം ഉപ്പയാ. നല്ല മനുഷ്യനാ. എല്ലാരും. അപ്പൊ മൊയ്തുക്ക ഓക്കെ എന്നാല്. ശരി, കാണാം.